കേരളത്തിലെ CPM-കാർ പ്രതികളാകുന്ന കേസുകൾ CBI അന്വേഷിക്കണമെന്ന് ഇരകളുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് എന്നതിന് തെളിവാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധി. അവർ കേരള പോലീസിന് കണ്ടെത്താനാവാത്ത തെളിവുകൾ കണ്ടെത്തും, പ്രതികളെ കണ്ടെത്തും, പ്രതിപട്ടികയിൽ ചേർക്കും, പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നതിനുള്ള സാഹചര്യം ഒരുക്കും. സംസ്ഥാന ക്രൈംബ്രാഞ്ച് CPM നേതാക്കളുടെ ഭാഷയിൽ ശരിയായ രീതിയിൽ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച പെരിയ കേസിൽ ഉണ്ടായിരുന്നത് 14 പ്രതികൾ. CBI അന്വേഷിച്ചപ്പോൾ അവരുടെ സംഖ്യ 24 ആയി. 2019 മെയ് 20-ന് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രവും 2021 ഡിസംബർ 3-ന് CBI സമർപ്പിച്ച കുറ്റപത്രവും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം അതായിരുന്നു. 15 മുതൽ 24 വരെയായിരുന്നു പുതിയ പ്രതികൾ. ഇവരിൽ 1 മുതൽ 11 വരെയുള്ള പ്രതികളും 15, 19 പ്രതികളും കേസിന്റെ കാലത്താകെ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു. പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട പ്രതികളിൽ 4 പേർക്ക് 5 വർഷത്തെ തടവും 10,000 രൂപ പിഴയും കോടതി വിധിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രതിയെ ബലമായി മോചിപ്പിച്ച് കൊണ്ടുപോയവരായിരുന്നു ഈ പ്രതികൾ. അവരുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു എന്നതുകൊണ്ട് അവർ പ്രതികൾ അല്ലാതാവുന്നില്ല. വിചാരണ ശേഷം വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുവരെ അവർക്ക് പുറത്ത് വിഹരിക്കാം. 2019 ഫെബ്രുവരി 17-നാണ് നാടിനെ നടുക്കിയ ആ ഇരട്ട കൊലപാതകം നടന്നത്. കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും വെട്ടി കൊലപ്പെടുത്തപ്പെട്ടു. വധിക്കപ്പെട്ടത് കോൺഗ്രസുകാരായതുകൊണ്ട് കൊന്നത് CPM ആണെന്ന് ജനം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ കേസന്വേഷണം CBIക്ക് വിടണം എന്ന് 4-ാം പക്കം തന്നെ ആവശ്യം ഉയർന്നു. എന്നാൽ സർക്കാർ കേസ് ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു. SP VM മുഹമ്മദ് റഫീഖിനായിരുന്നു അന്വേഷണ ചുമതല. എന്നാൽ മാർച്ച് 1-ന് സർക്കാർ റഫീഖിനെ മാറ്റി പുതിയ സംഘത്തെ ഏൽപ്പിച്ചു. എന്തുകൊണ്ട്? കേസന്വേഷണം ഇഴഞ്ഞു നീങ്ങി. ഏപ്രിൽ 1 ഇരകളുടെ മാതാപിതാക്കൾ കേസന്വേഷണം CBIക്ക് വിടണം എന്ന അപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി തീരുമാനം വരുന്നതിന് മുൻപ് മെയ് 20-ന് തന്നെ ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 14 പ്രതികൾ. എന്നാൽ സെപ്റ്റംബർ 30-ന് കേസന്വേഷണം CBIക്ക് വിടാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവായി. CBI ഉടൻ നടപടികൾ സ്വീകരിച്ചു. പക്ഷേ ക്രൈംബ്രാഞ്ച് കേസ് ഡയറി കൈമാറിയില്ല. ഇതിനായി CBI 6 കത്തുകൾ അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റയ്ക്കും ക്രൈംബ്രാഞ്ച് മേധാവി S ശ്രീജിത്തിനും അയച്ചു. നടപടി ഉണ്ടായില്ല. അവസാനം സംസ്ഥാന DGP ലോക്നാഥ് ബെഹ്റ അറിയിച്ചു, കേസ് ഡയറി എങ്ങനെ കൈമാറണം എന്നത് സംബന്ധിച്ച് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് ഉപദേശം ചോദിച്ചിരിക്കുകയാണ് എന്ന്. ഒടുവിൽ CBI ധീരമായ ഒരു നീക്കം നടത്തി. രേഖകൾ പിടിച്ചെടുക്കുന്നതിന് അധികാരമുള്ളതിനാൽ അവർ സ്വന്തം നിലയ്ക്ക് മുന്നോട്ടുപോയി. കാസർകോട്ടെ 2 CPM ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് രേഖകൾ പിടിച്ചു. 1 മാസം കഴിഞ്ഞ് 2019 ഒക്ടോബർ 29-ന് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. 9 മാസം വിധി പറയാതെ കേസ് കോടതിയിൽ കിടന്നു. 2020 ഓഗസ്റ്റ് 20 ഹൈക്കോടതി വിധി വരാത്തതുകൊണ്ട് കോടതി മാറ്റണം എന്നാവശ്യപ്പെട്ട വീട്ടുകാർ ചീഫ് ജസ്റ്റിസിന് പരാതി കൊടുത്തു. ഓഗസ്റ്റ് 24-ന് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ നിരാഹാരം ആരംഭിച്ചു. 25-ന് ഹൈക്കോടതി സംസ്ഥാനത്തിന്റെ അപ്പീൽ തള്ളി. കേസ് സംബന്ധിച്ച് തങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ CBI സീൽഡ് കവറിൽ കോടതിക്ക് കൊടുത്തിരുന്നു. വിധിക്കെതിരെ കേരള സർക്കാർ സെപ്റ്റംബർ 12-ന് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. ഡിസംബർ 1-ന് അപ്പീൽ സുപ്രീം കോടതി തള്ളി. അന്ന് വൈകുന്നേരത്തിനകം കേസ് ഡയറി കൈമാറാൻ നിർദ്ദേശിച്ചു. എങ്കിലും ഡിസംബർ 10-നാണ് കേസ് ഡയറി CBIക്ക് കൈമാറിയത്. 2023 ഡിസംബർ 3-ന് കുറ്റപത്രം സമർപ്പിച്ചു. 24 പ്രതികളാണ് CBIയുടെ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. CBI വരാതിരിക്കുന്നതിന് നടത്തിയ നിയമ പോരാട്ടത്തിനായി സർക്കാർ മുതിർന്ന സുപ്രീം കോടതി ജഡ്ജിമാരെ തന്നെ കൊണ്ടുവന്നു. മനീന്ദർ സിംഗ്, പ്രഭാസ് ബജാജ്, രഞ്ജിത് കുമാർ എന്നീ അഭിഭാഷകരാണ് വിവിധ കേസുകളിൽ എത്തിയത്. മൊത്തം 2.86 കോടി രൂപ അവർക്കായി ചെലവായി. ഇതിനിടെ ഒരു അഭിഭാഷകൻ കൂറുമാറി. കണ്ണൂരിലെ പ്രമുഖ അഭിഭാഷകനും കോൺഗ്രസ് വൈസ് പ്രസിഡന്റും ആദ്യ നാളുകളിൽ ഇരകളോട് വലിയ സ്നേഹം കാണിച്ചവനുമായ CK ശ്രീധരനാണ് കൂറുമാറി പ്രതികൾക്ക് വേണ്ടി ഹാജരായത്.
പ്രതികൾക്കെല്ലാം ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ശ്രീധരന് വലിയ തിരിച്ചടിയായി. ക്രൈംബ്രാഞ്ച് ശരിയായ രീതിയിൽ അന്വേഷിക്കുന്ന കേസിൽ എല്ലാവരുടെയും മൊഴികൾ പൂർണ്ണമായും രേഖപ്പെടുത്താറില്ല എന്ന് പെരിയ കേസ് വ്യക്തമാക്കുന്നു. പെരിയ കേസിലെ നിർണായക സാക്ഷിയായ ദാമോദരന്റെ മൊഴി തന്നെ ഉദാഹരണം. കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ അമ്മാവനാണ് ദാമോദരൻ. അദ്ദേഹവും ഒരു ജനാർദ്ദനും ചേർന്നാണ് ആനന്ദ് ഓടിച്ച ജീപ്പിൽ ശരത് ലാലിനെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. മോനെ, ആരാണ് ഇത് ചെയ്തത്? ശരത് ലാലിനോട് ജീപ്പിൽ വെച്ച് ദാമോദരൻ ചോദിച്ചു. ശരത് ലാൽ നേർത്ത ശബ്ദത്തിൽ മുറുമുറുത്ത് ജിജിൻ ജിജിൻ. ക്രൈംബ്രാഞ്ചിന് ദാമോദരൻ കൊടുത്ത മൊഴിയിൽ ഉണ്ടായിരുന്ന ഈ കാര്യം അവർ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകൻ കെ പത്മനാഭൻ ചൂണ്ടിക്കാണിച്ചു. പിൻകാലത്ത് CBIയുടെ അന്വേഷണം നടന്നപ്പോഴാണ് ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കണ്ടെത്തിയത്. രണ്ടാം പ്രതിയെ CPM നേതാക്കളായ കുഞ്ഞിരാമനും മറ്റും ചേർന്ന് പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുപോയ സംഭവവും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലില്ല. CPM നേതാക്കളായ കെ മണികണ്ഠൻ, KV കുഞ്ഞിരാമൻ, വെളുത്തോളി രാഘവൻ, KV ഭാസ്കരൻ എന്നിവർക്ക് 5 വർഷത്തെ തടവും 10,000 രൂപ വീതം. അന്വേഷണ സംഘത്തിനെതിരെ പല പരാതികളും ഉയർന്നു. 2019 ഫെബ്രുവരി 17 സംഭവ സ്ഥലത്ത് നിന്നും 3 പേർ ഓടിപ്പോകുന്നത് കണ്ട MK കൃഷ്ണന്റെ മൊഴി വിശദമായി എടുത്തില്ല എന്ന് അദ്ദേഹം കോടതിയിൽ പരാതി പറഞ്ഞു. ദാമോദരനും അതേ പരാതി പറഞ്ഞു. ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ ASI മനോജിന്റെ മുഴുവൻ മൊഴി എടുത്തില്ല എന്നും കോടതിയിൽ പരാതി ഉയർന്നു. ഇവിടെ നിന്നുമാണ് പ്രതിയെ ബലമായി ഇറക്കിക്കൊണ്ടുപോയത്. ശരത് ലാലിന്റെ സഹോദരി അമൃതയുടെയും മൊഴി മുഴുവൻ എടുത്തില്ല എന്ന പരാതി കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രദീപ് കുമാർ, അനൂപ് എന്നിവരും ഇതേ പരാതി കോടതിയിൽ പറഞ്ഞു. കേസ് അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ചുകാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ഒന്നാണ് ഫസൽ വധം അന്വേഷിച്ച R രാധാകൃഷ്ണന്റെ കഥ. പെൻഷൻ പോലും മുടക്കി. രാഷ്ട്രീയ കൊലപാതക കേസുകൾ സത്യസന്ധമായി അന്വേഷിച്ചാൽ സംഭവിക്കുന്ന ദുരന്തത്തിന്റെ കഥയാണ് DYSP ആയി വിരമിച്ച R രാധാകൃഷ്ണന്റേത്. 2006 കണ്ണൂരിലെ DYSP ആയിരുന്നു രാധാകൃഷ്ണൻ. 2006 ഒക്ടോബർ 22 നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് കാരനായ മുഹമ്മദ് ഫസലിനെ CPM പ്രവർത്തകർ വധിച്ചു. CPM വിട്ട് NDF-ൽ ചേർന്നതിന്റെ പകപോക്കലായിരുന്നു ആ കൊലപാതകം. എന്നാൽ RSSകാരെ പ്രതി ചേർത്ത് വേഗം കുറ്റപത്രം സമർപ്പിക്കുവാൻ രാധാകൃഷ്ണനോട് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ആവശ്യപ്പെട്ടു. പാർട്ടി ഓഫീസിൽ നിന്നും പ്രതികളുടെ ലിസ്റ്റും കൊടുത്തു. രാധാകൃഷ്ണന്റെ ചോദ്യം ചെയ്യലിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരല്ല പ്രതികൾ എന്ന് തെളിഞ്ഞു. അവരെ വിട്ടു. പകരം മാർക്സിസ്റ്റ് പ്രവർത്തകരാണ് പ്രതികൾ എന്ന് വന്നു. അതോടെ കോടിയേരി വീണ്ടും വിളിച്ചു. കേസ് സംബന്ധിച്ച് വിവരങ്ങൾ തിരക്കി. രാധാകൃഷ്ണൻ തനിക്കുള്ള വിവരങ്ങൾ കൈമാറി. മുന്നോട്ട് പോകണ്ട എന്ന് മന്ത്രി അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തു. പൊടുന്നനെ അദ്ദേഹത്തെ അന്വേഷണത്തിൽ നിന്നും മാറ്റി. പെരിയയിലെ മാറ്റവും ശ്രദ്ധിക്കുക. കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് ഒരു RSS പ്രവർത്തകനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചു. ഫസലിന്റെ ഭാര്യയുടെ പരാതിയിൽ കേസന്വേഷണം CBIക്ക് വിടേണ്ടി വന്നു. CBIയുടെ അന്വേഷണത്തിൽ TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി കൊടിസുനിയുടെ നേതൃത്വത്തിലുള്ള CPM സംഘം പിടിയിലായി. പ്രമുഖ CPM നേതാക്കളായ കാനായി രാജനും ചന്ദ്രശേഖരനും എല്ലാം ആരോപണ വിധേയരായി. പാർട്ടി വെറുതെ ഇരുന്നില്ല. 2006 ഡിസംബർ 14 തളിപ്പറമ്പ് DYSP ആയിരുന്ന രാധാകൃഷ്ണനെ മാരകമായി ആക്രമിച്ചു. 1.5 വർഷം ചികിത്സയിൽ കഴിയേണ്ടി വന്നു. പോലീസിലെ ആരും അദ്ദേഹത്തെ അന്വേഷിച്ചു ചെന്നില്ല. സ്പെഷ്യൽ അന്വേഷണ സംഘത്തിലെ അംഗങ്ങളെ എല്ലാം വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തി. അവരെല്ലാം CPM ഇംഗിതത്തിന് വഴങ്ങി. രാധാകൃഷ്ണന് നിർണായക തെളിവ് കൊടുത്ത വത്സരാജ കുറുപ്പിനെ കൊന്നു. അത് ബ്ലേഡ് മാഫിയക്കാരുടെ പ്രവൃത്തിയാക്കി. രാധാകൃഷ്ണനെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കി. 2016 ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ഉണ്ടാക്കിയ കള്ളപ്പരാതിയിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തിന് IPS കിട്ടുന്നത് തടയാനായിരുന്നു ആ നീക്കം എന്ന് രാധാകൃഷ്ണൻ ആരോപിക്കുന്നു. 4.5 വർഷം സസ്പെൻഷനിലായിരുന്നു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെയും
സുപ്രീം കോടതിയെയും വരെ സമീപിച്ചാണ് തിരിച്ചു കയറിയത്. അതോടെ അദ്ദേഹം 30 ലക്ഷം രൂപയുടെ കടക്കാരനായി. 2020 ഓഗസ്റ്റിൽ KAP ബറ്റാലിയനിൽ നിയമനം കൊടുത്തു. റിട്ടയർ ചെയ്യുവാൻ 8 മാസമായിരുന്നു ബാക്കി. സർവീസിൽ നിന്നും വിരമിക്കുന്നതിന് തലേന്ന് 2021 ഏപ്രിൽ 30 അദ്ദേഹത്തിന് 2 മെമ്മോകൾ കൊടുക്കപ്പെട്ടു. അന്യായമായി സസ്പെൻഷനിലായിരുന്ന 4.5 വർഷത്തെ ശമ്പളത്തിനും ഇക്കാലം കൂടി സേവനകാലമായി പരിഗണിച്ച് കിട്ടുന്നതിന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. അവർ അനുകൂലമായ ഉത്തരവിറക്കി. പക്ഷേ സർക്കാർ നടപ്പാക്കിയില്ല. ഈ പഴയ SFI നേതാവ് 2019 2020 പിണറായിയെ കാണാൻ ശ്രമിച്ചു. അനുവാദം പോലും കൊടുത്തില്ല. പഠിക്കുന്ന കാലത്ത് പാല സെന്റ് തോമസ് കോളേജിൽ SFI യൂണിറ്റ് സ്ഥാപിച്ച സഖാവായിരുന്നു രാധാകൃഷ്ണൻ. 2021 മുഖ്യമന്ത്രിയെ കാണാൻ കഴിഞ്ഞു. തന്റെ ദയനീയ സ്ഥിതി വിവരിച്ച അദ്ദേഹം പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ മാത്രമാണ് വഴി എന്ന് താണുവീണു പറഞ്ഞു. അങ്ങനെയാകട്ടെ എന്നായിരുന്നു കരുണാർദ്ദനായ മുഖ്യമന്ത്രിയുടെ മറുപടി. ഇവരെല്ലാം വീണ്ടും വോട്ട് ചോദിച്ച് വരുമ്പോഴെങ്കിലും ജനം ചോദിക്കണ്ടേ, നിങ്ങൾ മനുഷ്യരാണോ? ഇന്ന് സത്യത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ ആരുമില്ലാത്ത നിലയാണ്. സനാതനധർമ്മം ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണയമാണെന്നും അത് ഇക്കാലത്ത് അശ്ലീലമാണെന്നും CPM കോട്ടയം ജില്ലാ സമ്മേളനം പാമ്പാടിയിൽ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സനാതനധർമ്മത്തെ തള്ളിപ്പറയുന്നത് കൊളോണിയൽ ചിന്താഗതി ഉള്ളവർ എന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ JNUവിൽ വേദാന്ത ഇന്റർനാഷണൽ കോൺഗ്രസിൽ പറഞ്ഞു. വാക്കുകളുടെയും അർത്ഥത്തിന്റെയും ആഴം മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നത് വേദനാജനകമാണ്. ആഗോള ശാസ്ത്ര ശാഖകൾ വേദാന്ത ചിന്തയെ ഉൾക്കൊള്ളുന്ന ഇക്കാലത്ത് വേദാന്തത്തെയും സനാതനത്തെയും തള്ളിക്കളയുന്നത് വഴിതെറ്റലാണ്. ശരീഅത്ത് നിയമത്തിനു വേണ്ടിയും മുത്തലാഖിനു വേണ്ടിയും വഖഫ് പിടിച്ചെടുത്തതിനു വേണ്ടിയും വാദിക്കുന്നവർ സനാതനധർമ്മത്തെ തള്ളിപ്പറയുന്നത് ഭൂരിപക്ഷ വർഗീയത വർദ്ധിപ്പിക്കും. സജി ചെറിയാൻ സഹൃദയൻ. കുട്ടികൾ കൂട്ടം കൂടിയിരുന്ന് കമ്പനിയടിച്ച് പുകവലിക്കുന്നത് മഹാ അപരാധമായാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് സജി ചെറിയാനും പരാതി. പ്രതിഭയുടെ മകൻ കനിവ് കഞ്ചാവ് കേസിൽ പ്രതിയായതിനെ പരാമർശിച്ച് ജനുവരി 2 പ്രതിഭയും പങ്കെടുത്ത ചടങ്ങിൽ കായംകുളത്ത് അദ്ദേഹം പ്രസംഗിച്ചു. MT വാസുദേവൻ നായരും ഞാനുമൊക്കെ പുകവലിക്കാറുണ്ട്. MT പ്രതിഭാധനനായ എഴുത്തുകാരനായതുകൊണ്ട് നല്ല മാതൃക ആകണം എന്നില്ല. പ്രതിഭയുടെ മകന്റെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടിച്ചിട്ടില്ല എന്ന് പിറ്റേന്ന് മന്ത്രി ചേർത്തലയിൽ പറഞ്ഞു. ഉപദേശിച്ച് നല്ല വഴിക്ക് നടത്തേണ്ടതിന് പകരം എക്സൈസ് കേസെടുത്തു. അത് ശരിയല്ലെന്ന് പറഞ്ഞു. ലഹരി ഉപയോഗത്തെ ന്യായീകരിച്ചില്ല എന്നും മന്ത്രി വിശദീകരിച്ചു. ഏതായാലും മന്ത്രിക്കും പ്രതിഭയ്ക്കും എതിരെ പാർട്ടി രംഗത്ത് വന്നു. പ്രതിഭ ഒരു അമ്മയാണ്. അമ്മയുടെ വാക്കുകളാണത്. എക്സൈസിന് തെറ്റുപറ്റിയില്ല. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ ജനുവരി 8 തുറന്നടിച്ചു. മക്കൾ തെറ്റ് ചെയ്യുന്നതിന് അമ്മ എന്ത് ചെയ്യും? BJPയുടെ ശോഭാ സുരേന്ദ്രൻ പ്രതിഭയ്ക്ക് പിന്തുണയുമായി വന്നു. പ്രചരണം നടത്തുന്നത് CPMകാരാണ് എന്ന് ശോഭ ആരോപിച്ചു. അവരെ പിടിച്ച ഉദ്യോഗസ്ഥരെ രാമായണം നാടുകടത്തുന്നത് എന്തിന്? BJP പറയണം. കേരള കോൺഗ്രസ് ഇടതുമുന്നണി വിടുമോ? ഞങ്ങൾ ഇടതുമുന്നണി വിടില്ല എന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പ്രഖ്യാപിക്കുകയും അത്തരത്തിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തീർത്ത് പറയുകയും ചെയ്തിട്ടും കരുണാകരന്റെയും മാണിസാറിന്റെയും വാക്കും പ്രവൃത്തിയും ധാരാളം കണ്ടിട്ടുള്ള നിരീക്ഷകർ ജോസിന്റെയും സതീഷിന്റെയും വാക്കുകൾ കണ്ണടച്ച് വിശ്വസിക്കുവാൻ മടിക്കുകയാണ്. ജോസ് കൂടി ജനാധിപത്യ മുന്നണിയിലേക്ക് വരണം എന്ന ആഗ്രഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലീഗ് നേതാക്കൾ പ്രത്യേകിച്ചും തങ്ങൾമാർ ഒരിക്കലും പരസ്യമായി പ്രകടിപ്പിക്കാത്ത ഒരു പ്രവൃത്തിയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയ്തത്. ജനാധിപത്യ മുന്നണിയിലെ കോൺഗ്രസ് അടക്കമുള്ള ഘടകകക്ഷികളുമായി ഇല്ലാത്ത ഒരു ബന്ധം ജോസിന് മുസ്ലിം ലീഗിനോട് ഉണ്ട്. മാണിസാറിന്റെ ആത്മകഥാ പ്രകാശനം തലസ്ഥാനത്ത് നടന്നപ്പോൾ കോൺഗ്രസുകാരെ ആരെയും ക്ഷണിക്കാതെ ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയെ മാത്രമാണ് ചടങ്ങിലേക്ക് ജോസ് ക്ഷണിച്ചത്.
കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ ക്ഷണിച്ചിരുന്നു എങ്കിലും മുഖ്യമന്ത്രിയുടെ സൗകര്യാർത്ഥം ചടങ്ങ് മാറ്റിയതുകൊണ്ട് തരൂരിന് പങ്കെടുക്കുവാൻ സാധിക്കാതെ പോയതാണ് എന്ന് ഇതേക്കുറിച്ച് അക്കാലത്ത് വിശദീകരിക്കപ്പെട്ടിരുന്നു. ഏതായാലും ചടങ്ങിൽ സംബന്ധിക്കണം എന്ന് തരൂരിനോ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കണം എന്ന് കേരള കോൺഗ്രസിനോ നിർബന്ധം ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തം. ലീഗുമായുള്ള സവിശേഷമായ അടുപ്പം കേരള കോൺഗ്രസിന്റെ രക്തത്തിൽ അലിഞ്ഞതാണ്. 1965 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ തുടങ്ങിയ ബന്ധം 1964 മാത്രമുണ്ടായ കേരള കോൺഗ്രസിനെ ആർക്കും വേണ്ടാതിരുന്ന കാലത്ത് തുടങ്ങിയ ബന്ധമാണ്. അന്ന് അത് രണ്ടു കൂട്ടർക്കും കാര്യമായ പ്രയോജനം ഉണ്ടാക്കിയില്ല. പക്ഷേ രണ്ടു പാർട്ടിയും അവരുടെ കരുത്ത് പ്രകടിപ്പിച്ചു. 54 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് 24 സീറ്റിൽ ജയിച്ചു. 16 സീറ്റിൽ മത്സരിച്ച ലീഗ് 6 പിന്നീട് കേരള കോൺഗ്രസ് പടവലങ്ങ പോലെ താഴോട്ടും ലീഗ് മുകളിലേക്കും വളർന്നു. ഇന്ന് ഭരണമുന്നണിയിലെ 3 കേരള കോൺഗ്രസുകൾക്ക് കൂടി 7 സീറ്റും പ്രതിപക്ഷത്തെ 2 കേരള കോൺഗ്രസുകൾക്ക് 3 സീറ്റും ഉണ്ട്. 5 കഷ്ണങ്ങളായി 10 സീറ്റ്. ലീഗിനാകട്ടെ 15 സീറ്റും. അത് വേറൊരു കഥ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി അധികാരം തിരിച്ചുപിടിക്കണം എന്ന് കോൺഗ്രസിനേക്കാൾ വാശി ലീഗിനുണ്ട്. 10 വർഷമായി പ്രതിപക്ഷത്ത് ഇരിക്കുന്നത് ലീഗിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവാം. ഒന്നാം പിണറായി സർക്കാരിനോട് ഉണ്ടായിരുന്നതിനേക്കാൾ 100 ഇരട്ടി എതിർപ്പ് രണ്ടാം പിണറായി സർക്കാരിനോട് ഉണ്ട് എന്നതുകൊണ്ട് ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയപ്രതീക്ഷ ഉണ്ടെങ്കിലും വിജയം ഉറപ്പാക്കുന്ന ഒരു ഘടകവും പാഴാക്കരുത് എന്ന ലീഗിന്റെ ചിന്തയാവണം ഈ നീക്കങ്ങൾക്ക് കാരണം. മധ്യ തിരുവിതാംകൂറിൽ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയായ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു പിളർപ്പും ഇല്ല എന്ന് വരുത്താൻ ജോസിനെയും കൂട്ടരെയും കൂടെ നിർത്തണം എന്ന് ലീഗ് കരുതുന്നു. കോൺഗ്രസിന് ഇത്തരം ആലോചനയ്ക്ക് ഒന്നും സമയമില്ല. അവിടെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച വഴക്കാണ്. 2016 2021 അതുതന്നെയായിരുന്നു വിഷയം. അവരിൽ ചിലർ മുഖ്യമന്ത്രി ആകുവാൻ കളിച്ചപ്പോൾ ചിലർക്ക് ലക്ഷ്യം പാർട്ടിയും മുന്നണിയും തോറ്റ് തനിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടുന്നതിലായിരുന്നു. അതിനായി അവർ പരസ്പരം വലിച്ചു നശിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച വർഗീയ ധ്രുവീകരണം അതേപോലെ നിയമസഭയിൽ പ്രതിഫലിക്കില്ല. ഭരണവിരുദ്ധ വികാരവും കഥകളും രാഷ്ട്രീയ ചേരിതിരിവായും 1980 ഇടതുമുന്നണിയിൽ ഉണ്ടായിരുന്ന മാണിയും ആന്റണിയും ചേർന്ന ജനാധിപത്യ മുന്നണി 1982 ഇടതുമുന്നണിയെ നേരിട്ടപ്പോൾ കൂടുതൽ പിടിച്ചത് 85,000 വോട്ടാണ്. അതിലൂടെ 7 സീറ്റിന്റെ ഭൂരിപക്ഷം. രാഷ്ട്രീയത്തിൽ 2 4 എന്നതാണ് കണക്കിലെ വൈശിഷ്ട്യം. അവിടെ വേറെ അടിയൊഴുക്കുകൾ ഉണ്ടാവും. കേരള കോൺഗ്രസ് മാണിയുടെ തറവാട് സീറ്റായ പാലായും കടുത്തുരുത്തിയും ഇപ്പോൾ തന്നെ ജനാധിപത്യ മുന്നണിയുടെ കൈവശമാണ്. ജോസ് കൂടി ചെന്നതുകൊണ്ട് വിജയ സാധ്യത കൂടുന്ന സീറ്റുകളും കുറവാണ്. എങ്കിലും സാമുദായികമായ സമവാക്യങ്ങൾ പാലിക്കപ്പെടുവാൻ ജോസ് കൂടി ജനാധിപത്യ മുന്നണിയിൽ വേണം എന്ന് ലീഗ് മനസ്സിലാക്കുന്നു. 2021 ജോസിനെ ഇടതുമുന്നണിയിൽ ചേർക്കുവാൻ പിണറായിയെ നിർബന്ധിച്ച ഘടകമാണത്. കോവിഡ് കാലത്തെ ജനസേവന പ്രവർത്തനങ്ങൾ മൂലം മോശമല്ലാത്ത ജനപ്രീതി ഉണ്ടായിരുന്ന ഇടതുമുന്നണിക്ക് ജയിക്കുവാൻ ജോസ് നിർബന്ധമായിരുന്നില്ല. അവർക്കുള്ള ജനപ്രീതിയും കോൺഗ്രസിലെ വഴക്കും ധാരാളമായിരുന്നു. എന്നാൽ ജനാധിപത്യ മുന്നണിയുടെ നെടുംകോട്ടയായ ക്രൈസ്തവ സമൂഹത്തിലെ വോട്ടർമാർക്കിടയിൽ ഭിന്നിപ്പുണ്ട് എന്ന് വരുത്താൻ മാണിയുടെ കുട്ടികളുടെ സാന്നിധ്യം സഹായിക്കും എന്ന് പിണറായി മനസ്സിലാക്കി. പിണറായിക്കും CPM-നും മാത്രം സാധിക്കുന്ന ത്യാഗങ്ങൾ നടത്തിക്കൊണ്ട് അവരെ മുന്നണിയിലെടുത്തു. ജനാധിപത്യ മുന്നണിയിൽ കേരള കോൺഗ്രസിന് കിട്ടിയ അതേ അംഗീകാരം പിണറായി ജോസിന് കൊടുത്തു. ഇടതുമുന്നണിയുടെ കൈവശമിരുന്ന പാല, ചാലക്കുടി, പത്തനംതിട്ട സീറ്റുകൾ അടക്കം 13 സീറ്റ് മത്സരിക്കുവാൻ കിട്ടി. 5 സീറ്റിൽ ജയിച്ചു. ഒരു മന്ത്രി പദവിയുള്ള ചീഫ് വിപ്പ് അടക്കം മോശമല്ലാത്ത പദവികളും കിട്ടി. കേരള കോൺഗ്രസ് മന്ത്രിമാരെ കുറിച്ച് ഇതുവരെ ഉയർന്നിട്ടുള്ള തരം ഒരു ആരോപണവും ഇതുവരെ റോഷിയെ കുറിച്ച് ആരും ഉന്നയിച്ചില്ല.
2023 രാജ്യസഭാ സീറ്റുകൾ ഒഴിവായപ്പോൾ ജോസിന് രാജ്യസഭാ സീറ്റും കിട്ടി. പിണറായി ജോസിനെ വലിയ ആദരവോടെയാണ് പരിഗണിക്കുന്നത്. മാതൃഭൂമിയുടെ പത്രാധിപരായ ശ്രേയംസ് കുമാറിനോട് പോലും കാണിക്കാത്ത പരിഗണന പിണറായി ജോസിന് കൊടുക്കുന്നു. ജോസിന്റെ പാർട്ടിയിൽ ഒരിക്കലും ഇല്ലാതിരുന്ന സമാധാനം ഇപ്പോഴുണ്ട്. മന്ത്രിസ്ഥാനത്തിനോ പദവികൾക്കോ വഴക്കുണ്ടായില്ല. അർഹതപ്പെട്ടവർക്ക് പദവികൾ കിട്ടുന്നു. ചെയർമാനും മന്ത്രിയും തമ്മിൽ ഉടക്കില്ല. ചെയർമാൻ കുറെ കൂടി ഓപ്പൺ ആവണം എന്ന് മുതിർന്ന പല നേതാക്കൾക്കും അഭിപ്രായമുണ്ട്. ജോസ് മുതിർന്ന നേതാക്കളോട് പോലും ഹൃദയം തുറന്ന് ഒന്നും പറയാറില്ല. അവര് പറയുന്നത് കേൾക്കും. സമൻ എന്ന ചിന്തയല്ല മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. സ്റ്റീഫൻ ജോർജിനോട് മാത്രമാണ് സംസാരിക്കുന്നതെന്നാണ് പലരുടെയും പക്ഷം. ആരും ജോസിനെതിരെ ഒന്നും പറയില്ല. അത്തരത്തിൽ ഒരു നീക്കം നടത്താനുള്ള പ്രാപ്തിയും ആർക്കും പോരാ. അതെല്ലാമാണ് ഇപ്പോഴത്തെ സ്ഥിതി. പരമാവധി വന്നാൽ മടക്കി കെട്ടി വീട്ടിലിരിക്കും. കേരള കോൺഗ്രസിലെ പലരുടെയും മനോഭാവം ഇപ്പോൾ ഇതാണ്. പിന്നെ എന്തിന് ജോസ് ഇടതുമുന്നണി വിടണം? കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ജോസിന്റെ പാർട്ടി തോറ്റു അല്ലെങ്കിൽ തോൽപ്പിക്കപ്പെട്ടു. ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളിയും ഇടുക്കിയും മാത്രമാണ് രക്ഷപ്പെട്ടത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ക്രൈസ്തവ മേഖലകളിൽ ജോസ് വല്ലാതെ കഷ്ടപ്പെട്ടെങ്കിലും കാര്യമായ ഒരു മാറ്റവും വരുത്താനായില്ല. എന്നിട്ടും ക്രൈസ്തവ സമൂഹത്തിലെ ശക്തനായ മാണിയുടെ പാർട്ടി തനിക്കൊപ്പം എന്ന മേനി നടിക്കാനല്ലാതെ കേരള കോൺഗ്രസിനെ കൊണ്ട് പിണറായി കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതുന്നതാണ് കൂടുതൽ ന്യായം. ഇത് തന്നെയാണ് ലീഗിന്റെയും വിഷയം. മാണിയുടെ മകളുടെ ഭർത്താവിനെ ജോസഫ് വിഭാഗത്തിന്റെ 2 ഡസനിലപ്പുറമുള്ള വൈസ് ചെയർമാൻമാരിൽ ഒരാളാക്കിയതുകൊണ്ട് ഇതിനാവില്ല എന്ന് ലീഗിനറിയാം. പിണറായി നൽകിയതുപോലെ സിറ്റിംഗ് സീറ്റുകൾ ഒന്നും കൊടുക്കാൻ ജനാധിപത്യ മുന്നണിക്കാവില്ല. അതുകൊണ്ടാവണം ലീഗിന് സാധിക്കുന്ന തിരുവമ്പാടി കൊടുക്കാം എന്ന് അവർ പറയുന്നത്. പാലായ്ക്ക് പകരമാവുമോ തിരുവമ്പാടി? പിണറായിയുടെ പകുതി ആത്മാർത്ഥത വാസവനും CPM പ്രാദേശിക നേതൃത്വവും കാണിച്ചാൽ പാലായും കടുത്തുരുത്തിയും തിരിച്ചു പിടിക്കാമെന്ന് ജോസ് പക്ഷം കണക്കുകൂട്ടുന്നു. കോൺഗ്രസുകാർക്ക് ഇക്കാര്യത്തിൽ കൂടുതലൊന്നും ചെയ്യാനാവില്ല. അവിടുത്തെ ആരെയും കേരള കോൺഗ്രസുകാർക്ക് വിശ്വാസമില്ല. 2021 അത്ര നിന്ദ്യമായാണ് കോൺഗ്രസുകാർ ജോസിനെയും കൂട്ടരെയും പുറത്താക്കിയത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സെബാസ്റ്റ്യൻ കുളത്തങ്കലിന് കൊടുക്കാം എന്നത് ജില്ലാ പഞ്ചായത്ത് സംബന്ധിച്ച് മാണി ഉണ്ടാക്കിയ ധാരണയായിരുന്നു. അത് പൊളിക്കാനാവില്ലെന്ന് ജോസ് ശഠിച്ചു. പക്ഷേ സ്ഥാനം കൊടുക്കണം എന്ന് കോൺഗ്രസ് വാശി പിടിച്ചു. 1ാം നിര നേതാക്കളെ മാത്രമല്ല സതീശനടക്കമുള്ള അക്കാലത്തെ 2ാം നിര നേതാക്കളെയും അന്ന് ജോസും കൂട്ടരും കണ്ടതാണ്. 2021 തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് തരുന്ന സീറ്റുകൾ ഏതെല്ലാം എന്ന് നേരത്തെ പ്രഖ്യാപിക്കണം എന്ന് മാത്രമാണ് സീറ്റുകൾ സംബന്ധിച്ച് ആവശ്യപ്പെട്ടത്. അതുപോലും കോൺഗ്രസ് സമ്മതിച്ചില്ല. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയാം എന്നായിരുന്നു സമീപനം. അത്രയും കാത്തിരുന്നാൽ വലിയ ചതി ഉണ്ടാകുമെന്ന് ജോസും കൂട്ടരും കരുതി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം കൂടി ജോസഫിന് കിട്ടിയാൽ തങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കുമെന്ന് അവർ കരുതി. എല്ലാം സഹിച്ചു നിന്നപ്പോഴാണ് ജനാധിപത്യ മുന്നണി കൺവീനർ കോട്ടയം ജില്ലാ പഞ്ചായത്ത് വിഷയത്തിൽ അവരെ മുന്നണിയിൽ നിന്നും പുറത്താക്കിയത്. പുറത്താക്കപ്പെട്ടവരെ പുറത്തിരുത്തി വിലപേശമായിരുന്നിട്ടും പിണറായി നിറഞ്ഞ മനസ്സോടെ അവരെ സ്വാഗതം ചെയ്തു. ഇനി ലീഗിന്റെ സ്നേഹം സ്വീകരിച്ച് ജനാധിപത്യ മുന്നണിയിൽ എത്തിയാലോ? കോൺഗ്രസ് പച്ചു തൊടുവിക്കുമോ? സ്വന്തം പദവികൾ ഉറപ്പിക്കാനുള്ള വഴക്കിനിടെ ലീഗിന് കേരള കോൺഗ്രസിനെ എങ്ങനെ സഹായിക്കാനാവും? 2021 ഒന്നും ചെയ്തില്ല. മാണിയുടെ കുട്ടികളെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്ന നല്ല ഉദ്ദേശത്തോടെ ഒന്നും ആയിരുന്നില്ലല്ലോ അത്. 1981 ഇടതുമുന്നണി പൊളിച്ച് സാക്ഷാൽ മാണി ജനാധിപത്യ മുന്നണിയിൽ എത്തിയ സംഭവമുണ്ട്. അന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒപ്പിട്ട കടലാസ് വരെ മാണിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. 22 നിയമസഭാ സീറ്റും 2 ലോക്സഭാ സീറ്റും 2 മന്ത്രിസ്ഥാനവും. പക്ഷേ 1982 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വല്ലാതെ വഴക്കുണ്ടാക്കിയിട്ട് കിട്ടിയത് 17 സീറ്റ്. നായനാരുടെ മലമ്പുഴയും കാസർഗോഡ് അടക്കമായിരുന്നു ഈ സീറ്റുകൾ. കോൺഗ്രസുകാർ മാണിയെ ശരിക്കും വാരി. 8 സീറ്റുമായി വലതുമുന്നണിയിൽ എത്തിയ മാണിയുടെ സ്ഥിതി മോശമായി. 6 സീറ്റുണ്ടായിരുന്ന ജോസഫിന് 8 സീറ്റുള്ള മാണിയേക്കാൾ മുന്തിയ സ്ഥാനവും.
എന്നിട്ടും ഈ സർക്കാരിന്റെ കാലത്ത് 1984 മാണിയും ജോസഫും ഒന്നായി. 1987 പിളർന്നു. മാണിക്കൊപ്പം ഉണ്ടായിരുന്നവർ എല്ലാം തന്നെ ജോസഫിനൊപ്പം കൂടി. അവിടെ നിന്നുമാണ് മാണി 1991 10 അംഗങ്ങളുള്ള നിയമസഭാ കക്ഷിയായത്. ജോസഫിന് കിട്ടിയത് 1 സീറ്റ്. തൊടുപുഴയിൽ ജോസഫ് തോറ്റു. രാഷ്ട്രീയത്തിൽ അങ്ങനെ പലതും സംഭവിക്കും. ഒന്നും അവസാന വാക്കല്ല. വീണ്ടും 2010 മാണിയിൽ ലയിച്ച് ജനാധിപത്യ മുന്നണിയിൽ തിരിച്ചെത്തിയ ജോസഫ് വളരെ കൃത്യമായി കരുക്കൾ നീക്കി മാണിയുടെ കുട്ടികളെ മുന്നണിക്ക് പുറത്താക്കി. മാണിക്കാർ പോയാൽ തങ്ങൾക്ക് മത്സരിക്കുവാൻ കുറെ സീറ്റുണ്ടാവും എന്ന് കണക്കുകൂട്ടി പുറത്താക്കലിന് കൂട്ടുനിന്നവരും ഉണ്ട്. അവർക്ക് മത്സരിച്ചാൽ മതി, ഒരു വരുമാന മാർഗം പോലെ, ജയിക്കണമെന്നില്ല. ലീഗിനുള്ള ആഗ്രഹം കോൺഗ്രസിന് അഥവാ ഉണ്ടാകുമെങ്കിലും ജോസഫിന് ഉണ്ടാവാനിടയില്ല. കേരള കോൺഗ്രസിന് വിശ്വസിക്കാവുന്ന നല്ല മധ്യസ്ഥന്മാർ ഇല്ല എന്നതും വലിയ ന്യൂനതയാണ്. 1976 ദീപികയുടെ കൊളംബിയറാച്ചനായിരുന്ന ഇന്ദിരാഗാന്ധിയുമായുള്ള ചർച്ചയുടെ മധ്യസ്ഥൻ 1981 വിക്ടർ അച്ഛൻ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തപ്പോൾ മധ്യസ്ഥനായി. അവരാണ് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയത്. ഇന്ന് ജോസിനോട് അത്തരം ഒരു ബന്ധം, അതായത് കൽപ്പിക്കാവുന്ന അധികാരമുള്ള ഒരു ബന്ധം ആർക്കും തന്നെയില്ല. തങ്ങൾ പറഞ്ഞ് അനുസരിപ്പിച്ചാൽ കൂടെ നിൽക്കുമെന്നും തീർച്ചയുമില്ല. 2021 തെരഞ്ഞെടുപ്പിൽ എറണാകുളം അങ്കമാലി രൂപതയിലെ വഴക്ക് ചാലക്കുടിയിൽ പ്രതിഫലിച്ചു. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ എറണാകുളത്തെ വിമതർ സംഘടിച്ചു. തൃക്കാക്കര തെരഞ്ഞെടുപ്പിലും അതുതന്നെ സംഭവിച്ചു. ഇടതുമുന്നണിയിൽ പിണറായി മാന്യമായി സ്വീകരിച്ചു എന്നത് സത്യം. പ്രതീക്ഷിക്കാത്ത അംഗീകാരം കൊടുത്തു. സിറ്റിംഗ് സീറ്റുകളായ ചാലക്കുടിയും പത്തനംതിട്ടയും കൊടുത്തു. ചാലക്കുടിയിൽ മാറിയത് BD ദേവസ്യയും പത്തനംതിട്ടയിൽ രാജു അബ്രഹവും, രണ്ടും ക്രിസ്ത്യാനികൾ, പക്ഷേ മറ്റു നേതാക്കളും. കോട്ടയത്തെ ഭരണം നിയന്ത്രിക്കുന്ന പിണറായിയുടെ വിശ്വസ്തൻ VN വാസവൻ വരെ ചതിച്ചില്ലേ? പാലായിലും കടുത്തുരുത്തിയിലും തോറ്റു. പാലായുടെ കാര്യത്തിൽ പരസ്യമായ ചതി ഉണ്ടായി. കടുത്തുരുത്തിയിലും ചതിച്ചു. കോട്ടയത്ത് പാർലമെന്റിലേക്ക് SNDP നേതാവ് തുഷാർ വെള്ളാപ്പള്ളി എത്തിയതിന് പിന്നിലും വാസവന്റെ കളി സംശയിക്കുന്നവരുണ്ട്. പാലായിൽ വെച്ച് തോമസ് ചാഴിക്കാടനെ പരസ്യമായി ശാസിച്ചിടത്ത് തുടങ്ങി പിണറായിയുടെ കളി. ജോസിനെ പൊക്കി നിർത്തി മറ്റുള്ളവരെ ഇല്ലാതാക്കുവാനുള്ള നീക്കം പോലും പലരും സംശയിക്കുന്നു. അതിനെല്ലാം പുറമെയാണ് CPM-ലെ പിണറായിയുടെ വിരുദ്ധരുടെ അണിയറ കളികൾ. കേരള കോൺഗ്രസ് മേഖലകളിൽ വലിയ അമർഷം ഉണ്ടാക്കിയ കേരയിൽ പദ്ധതിയുടെ സമരങ്ങളും CPM-കാരുടെ ധാർഷ്ട്യം. സഖാക്കൾക്ക് അനിഷ്ടം ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന അന്യായ സ്ഥലമാറ്റങ്ങൾ, ഭരണം കൊണ്ട് അവർ നടത്തുന്ന തോന്നിവാസങ്ങൾ, കണ്ണൂരിലെ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച PP ദിവ്യയുടെ ക്രൂര വാക്കുകൾ, നെഹ്റു കോളേജിൽ കൊല്ലപ്പെട്ട ജിഷ്ണു, കാർഷിക സർവകലാശാലയിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥൻ, പിൻവാതിൽ നിയമനങ്ങൾ, പോലീസിനെ ഉപയോഗിച്ചു പോലും നടത്തുന്ന അക്രമങ്ങൾ, നവകേരള ജാഥയ്ക്ക് നേരെ പ്രതിഷേധിച്ചവരെ പൂച്ചട്ടി കൊണ്ട് അടിച്ചത്, രക്ഷാപ്രവർത്തനമായി ചിത്രീകരിച്ചത്, 3 DGP-മാർ ചൂണ്ടിക്കാണിച്ചിട്ടും കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം തീവ്രവാദികൾക്ക് കൊടുക്കുന്ന ഒത്താശകൾ, ഇവരുടെ 5000 സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിൽ ഉണ്ടത്രേ, ക്ഷേമ പെൻഷനിൽ ഉണ്ടായ കുടിശ്ശിക, തുക വർദ്ധിപ്പിക്കാൻ കഴിയാത്തത്, ജീവനക്കാർക്കും ക്ഷാമബത്ത കുടിശ്ശിക, എല്ലാം ഇടതുമുന്നണിയുടെ സാധ്യതകൾ കെടുത്തുന്നതാണ്. അതായത് ഇടതു നിന്നാൽ നില വല്ലാത്ത പരുങ്ങല്ലാവും. ജോസിന് രാജ്യസഭ കിട്ടി. പഞ്ചായത്തിലും സഹകരണ സംഘങ്ങളിലും കോർപ്പറേഷനുകളിലും പദവികൾ വഹിക്കുന്നവർ ഉണ്ട്. അവർക്ക് പാർട്ടിയിൽ നിന്നേ മതിയാവൂ. പാർട്ടിക്ക് അധികാരം ഉണ്ടായേ മതിയാവൂ. അവർക്ക് വോട്ട് ചെയ്തവർ പക്ഷേ മുന്നണിക്ക് തന്നെ കുത്തും എന്നില്ല. പിണറായിയുടെ വലിയ കലിപ്പ് ജനത്തിനുണ്ട് എന്നത് സത്യമാണ്. അത് വോട്ടായാൽ ജനാധിപത്യ മുന്നണിക്ക് അനായാസം ജയിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കളം ഒരുങ്ങിക്കഴിഞ്ഞാൽ ഏറ്റുമുട്ടൽ രാഷ്ട്രീയപരമാവും. ഇരു മുന്നണികളും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. 1980 ഇടതുമുന്നണിയിൽ ഉണ്ടായിരുന്ന ആന്റണിയും മാണിയും ചേർന്ന ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയേക്കാൾ 85,000 വോട്ടാണ് ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ കിട്ടിയത്. സീറ്റുകൾ 77-ഉം 63-ഉം.
ഷിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.